നമ്മളെ കാണുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, സൈക്കോളജിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർ ചോദിക്കും, ഞങ്ങളുടെ ഉള്ളിലെ മൈൻഡിൻ്റെ ഉള്ളിലിരിക്കുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ, ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. ഡോക്ടർ ബിജു വർഗീസ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് ക്യൂർ സൈക്കോളജിക്കൽ കെയർ സെൻറ്റർ, അങ്കമാലി. ഒരു പരിധി വരെ സാധിക്കുമെന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ മൈക്രോ എക്സ്പ്രഷൻസ്, നിങ്ങളൊരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ കോൺഷ്യസ്ലി എക്സ്പ്രസ് ചെയ്യുന്നതും അറിയാതെ എക്സ്പ്രസ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. കാരണം നിങ്ങളുടെ മൈൻഡ് ഓൾറെഡി തന്നെ, നിങ്ങളുടെ ഒരു ബോഡി മൈൻഡ് കണക്ഷൻ ഉണ്ട്. ഓൾറെഡി നിങ്ങളുടെ ബോഡി അറിയാതെ റെസ്പോണ്ട് ചെയ്തിരിക്കും. നിങ്ങൾ ആലോചിച്ച് ചിരിക്കുന്നതും അല്ലാതെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ബോഡിയിൽ നിന്നും ഉണ്ടാകുന്ന എക്സ്പ്രഷൻ വ്യത്യസ്തമാണ്. നിങ്ങളുടെ കണ്ണുകളുടെ ചലനം, നിങ്ങളുടെ കണ്ണുകൾ പല രീതിയിൽ ചലിക്കുന്നുണ്ട്. റൈറ്റ്, ലെഫ്റ്റ്, അപ്പ്, കോർണർ, ഈ രീതിയിലുള്ള ചലനങ്ങളുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ ചലിക്കുന്നത്, നുണ പറയുമ്പോൾ ചലിക്കുന്നത്, ആലോചിക്കുമ്പോൾ ചലിക്കുന്നത്, ഉള്ളിൽ ശബ്ദം കേൾക്കുമ്പോൾ, ശബ്ദം ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ചലനം, ഇതെല്ലാം വ്യത്യാസമാണ്. നിങ്ങൾ ഫീൽ ചെയ്യുമ്പോഴുള്ള ചലനം, ഇതൊക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ നിങ്ങളൊരു കാര്യം മുഖസ്തുതി പറയുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഇതിൽ എത്രമാത്രം വാസ്തവം ഉണ്ടെന്ന് നിങ്ങളുടെ കണ്ണിൻ്റെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇതുകൂടാതെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജുകൾ, നിങ്ങളുടെ ചലനങ്ങൾ, മൈക്രോ എക്സ്പ്രഷൻസ്, ബോഡി മൂവ്മെൻറ്റുകൾ, ഇതെല്ലാം കണ്ട ഈ പറയുന്ന കാര്യങ്ങളായിട്ട് എത്രമാത്രം വാസ്തവം ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇത് കൂടാതെ തന്നെ നിങ്ങൾ പറയുന്ന വാക്കുകൾ, അതിൻ്റെ ടോൺ, പിന്നെ അത് ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾ പറയുന്നത്, ആവർത്തിച്ചുള്ള നിങ്ങളുടെ പറയൽ, നിങ്ങളുടെ കണ്ണുകളുടെ നോട്ടം, ഐ കോണ്ടാക്റ്റ്, ഇതെല്ലാം ഞങ്ങൾക്ക് റീഡ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ വാസ്തവവും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നും ഒരു പരിധി വരെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വാസ്തവം.